നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് CPM-ൽ സജീവമാകാൻ MV നികേഷ് കുമാർ തീരുമാനിച്ചതോടെ കടുത്ത വിമർശനവുമായി വീട്ടുകാരും നാട്ടുകാരും. അന്തരിച്ച CMP നേതാവ് MV രാഘവന്റെ മകനാണ് MV നികേഷ് കുമാർ. CPM നേതാവായിരുന്ന MV രാഘവൻ എന്ന MVR-നെ ബദൽ രേഖയുടെ പേരിലാണ് CPM പുറത്താക്കിയത്. പിന്നീട് അദ്ദേഹത്തെയും കുടുംബത്തെയും CPM വേട്ടയാടി. MVR-നെ പലതവണ കൊല്ലാൻ നോക്കി. അദ്ദേഹത്തിന്റെ പാപ്പനിശ്ശേരിയിലെ കുടുംബ വീട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് ചാമ്പലാക്കി. നിധി പോലെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന മാർക്സിയൻ സാഹിത്യകൃതികളും ഡയറി കുറിപ്പുകളും ചാമ്പലായി. വീട്ടിൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും EMSന്റെയും പടങ്ങളുണ്ടായിരുന്നു. ഇതിൽ EMSന്റെ പടം പുറത്തെടുത്തു വെച്ചിട്ട് മറ്റുള്ളവ തീയിട്ടു. ഗുണ്ടകൾ എങ്ങനെയാണ് മാർക്സിനെയും ലെനിനെയും എംഗൽസിനെയും തിരിച്ചറിയുക? അദ്ദേഹത്തിന്റെ അമ്മാവൻ കുഞ്ഞിരാമന്റെ തെങ്ങിൻ തോട്ടം നിശ്ലേഷം വെട്ടി നശിപ്പിച്ചു. അസഹിഷ്ണുതയാണ് CPM-ന്റെ മുഖമുദ്ര. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ പകപോക്കാൻ ഏതു മാർഗവും അവലംബിക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് CPM എന്നതാണ് കൂത്തുപറമ്പ് സമരത്തിന്റെ സന്ദേശം. AKG സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ MVR-നെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിച്ചു. റോഡിൽ വെച്ച് കല്ലും ചെരുപ്പും എറിഞ്ഞു. AKG ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന തളാപ്പ് മുതൽ തെക്കി ബസാറിലെ പാർട്ടി ഓഫീസ് വരെ അക്രമികൾ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ദിവസം 1987 ജൂലൈ 1 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം ഇക്കാര്യം സബ്മിഷൻ ഉന്നയിച്ചു. കള്ള ഷെയർ സർട്ടിഫിക്കറ്റുമായി മന്ത്രിയുടെ സീറ്റിനരികിലെത്തി. നോക്കൂ, ഇത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന് ഉറക്കെ ചോദിച്ചു. TK രാമകൃഷ്ണന്റെ കൈപിടിച്ച് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വെച്ചുകൊടുത്തു. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വയ്ക്കാൻ മുദ്രവേ കോടിയേരി ബാലകൃഷ്ണൻ, R ഉണ്ണികൃഷ്ണപിള്ള, TJ ആഞ്ചലോസ്, CP കുഞ്ഞ്, ഗോപി കോട്ടമുറിക്കൽ തുടങ്ങിയ മാർക്സിസ്റ്റ് അംഗങ്ങൾ ചാടി വീണ് MVR-നെ തല്ലി നിലത്തിട്ട് ചവിട്ടി. വീണുകിടന്ന് അദ്ദേഹത്തെ വളഞ്ഞു പിടിച്ച് ചവിട്ടി. വാച്ച് ആൻഡ് വാർഡ് എത്തിയെങ്കിലും അവർ ഒന്നിനും ഇടപെടാതെ നോക്കുകുത്തികളായി. സ്പീക്കർ സഭ നിർത്തി ചേംബറിലേക്ക് പോയി. മുഖ്യമന്ത്രി നായനാരും പ്രതിപക്ഷ നേതാവ് K കരുണാകരനും സഭ വിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴും ചില മാർക്സിസ്റ്റ് അംഗങ്ങൾ അദ്ദേഹത്തെ തല്ലുന്നുണ്ടായിരുന്നു. ഇക്കാര്യം MVR-ന്റെ ആത്മകഥയായ ഒരു ജന്മത്തിൽ പറയുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് അതിന്റെ സ്ഥാപകനായ MV രാഘവന്റെ പേര് കൊടുക്കുന്നതിൽ CPM നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്ന് നികേഷ് കുമാർ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ CPM-ന് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യനെ 10-30 കൊല്ലക്കാലം CPM വേട്ടയാടുകയായിരുന്നുവെന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ കേവലം ഒരു അസംബ്ലി സീറ്റിന് വേണ്ടി തൂക്കിവിറ്റയാളാണ് നികേഷ് കുമാർ എന്ന ആരോപണം ശക്തമാണ്. ബദൽ രേഖ വിവാദം മുതൽ CMB രൂപീകരണം, AKG ആശുപത്രി തിരഞ്ഞെടുപ്പ്, പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപനം, കൂത്തുപറമ്പ് വെടിവയ്പ് തുടങ്ങി ഓരോ ഘട്ടങ്ങളും CPM MVR-നോടും കുടുംബത്തോടും ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ആത്മകഥയിൽ പറയുന്നുണ്ട്. UDF-ന്റെയും ജനങ്ങളുടെയും പിന്തുണയും പരിരക്ഷയും ഇല്ലായിരുന്നുവെങ്കിൽ TP ചന്ദ്രശേഖരന്റെ ഗതി MVR-ന് സംഭവിക്കാമായിരുന്നെന്നാണ് നികേഷിന്റെ ചേട്ടൻ MV ഗിരീഷ് കുമാർ നികേഷിനെഴുതിയ കത്തിൽ പറഞ്ഞത്. 2016 ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി നികേഷ് മത്സരിച്ചപ്പോഴാണ് കത്തെഴുതിയത്. പട്ടാപ്പകൽ നേരത്ത് സ്വന്തം വീട് കത്തിച്ച് ചാമ്പലാക്കിയതിന്റെ പേരിൽ നിനക്കൊന്നും തോന്നിയില്ലേ? കൂത്തുപറമ്പ് വെടിവയ്പ് അച്ഛൻ മൂലം ഉണ്ടായതാണെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ മുഖ്യാതിഥിയായി സഖാവ് നികേഷ് കുമാർ പങ്കെടുത്ത് സ്വന്തം അച്ഛനെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കണം. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന അക്രമ പ്രവർത്തനത്തെക്കുറിച്ച് അച്ഛൻ ആത്മകഥയിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛനെ കീഴ്പ്പെടുത്താൻ അവർക്കായില്ല. രാഘവന്റെ മക്കളെ തിരഞ്ഞെടുപ്പ് ഗോതിയിലിറക്കി തോൽപ്പിച്ച് ഇല്ലാതാക്കാനുള്ള അവരുടെ ഗൂഢപദ്ധതിയിൽ ആദ്യം വീണുപോയത് നമ്മുടെ സഹോദരി ഗിരിജയാണ്. ഇപ്പോൾ ഇതാ നീയും. രാഘവനോടുള്ള അവരുടെ പക ഇനിയും തീർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛന്റെ ആത്മാവ് നിന്നോട് പൊറുക്കുമെന്ന്? CPM പുറത്താക്കിയ ഘട്ടത്തിൽ MVR വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ രാഷ്ട്രീയ തണലും സഹായ ഹസ്തവും നീട്ടിയ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെയാണ് നികേഷ് മത്സരിച്ചത്. അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ പരിഹാസത്തോടെയാണ് അന്ന് നികേഷിനെ നോക്കിക്കണ്ടത്. MVR-നെതിരെ CPM രാഷ്ട്രീയ വേട്ട തുടങ്ങിയ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം നിന്നവരാണ് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ. പാവങ്ങളും നിഷ്കളങ്കരുമാണവർ. അവർക്ക് മുന്നിൽ അവരുടെ മനസ്സിൽ MVR-ന്റെ ഒരു ചിത്രമുണ്ട്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, ജനാഭിലാഷങ്ങൾക്കൊപ്പം ഇച്ഛാശക്തിയോടെ നിലകൊള്ളുന്ന ഒരു നിസ്വാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം. 10-30 കൊല്ലം CPM-കാരാൽ വേട്ടയാടപ്പെട്ട ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ പേരിൽ നിർഭയത്വവും ഇച്ഛാശക്തിയും പോരാട്ടവീര്യവും മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ പൈതൃകത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികതയും അവകാശവും നികേഷിനും അയാളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ലെന്ന് MV ഗിരീഷ് കുമാർ എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നു. MVR CPM നേതാവായിരിക്കെ വീട്ടുകാർ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒളിവിലും ജയിലിലുമായ അദ്ദേഹം കഴിഞ്ഞ അടിയന്തരാവസ്ഥക്കാലത്ത്. അന്ന് കുടുംബം നേരിട്ട പ്രതിസന്ധികൾ കടുത്തതായിരുന്നു. പുലിക്കോടൻ നാരായണൻ
നാരായണനെ പോലുള്ള പോലീസ് മേലാളന്മാർ വീട്ടിൽ കയറി അതിക്രമം കാട്ടി. അതൊന്നും നികേഷിന് ഓർമ്മയുണ്ടാകാൻ ഇടയില്ലെന്നാണ് ഗിരീഷ് പറയുന്നത്. അഴീക്കോട്ടെ പരാജയശേഷം വീണ്ടും മാധ്യമപ്രവർത്തനം ആരംഭിച്ച നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തുമെന്നാണ് പുതിയ വാർത്ത. പാർട്ടി ജില്ലയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ നീക്കമെന്ന് പലരും ആരോപിക്കുന്നു. നികേഷിന്റെ CPM പ്രവേശനത്തിനെതിരെ ചേട്ടനും മറ്റുള്ളവരും ഇപ്പോഴും എതിർക്കുകയാണ്. സ്വന്തം പിതാവിനെ വേട്ടയാടിയവരുടെ തോളിൽ കൈയിടാൻ എങ്ങനെ തോന്നുന്നുവെന്ന് പലരും ചോദിക്കുന്നു. 2014 വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല നികേഷിനോട് ആവശ്യപ്പെട്ടതാണ്. അത് നിരാകരിച്ചാണ് 2 കൊല്ലം കഴിഞ്ഞ് CPM വേണ്ടി അഴീക്കോട് മത്സരിച്ച് തോറ്റത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.